ഹലോ, ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ. നമ്മൾ വലിയ വിലയൊക്കെ കൊടുത്തിട്ടാണ് വാങ്ങാറ്. നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഒരു മുട്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം നമ്മൾ മൈദപ്പൊടിയും കോൺഫ്ലവറും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുക്കണം. ഞാനിത് വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് അല്ലാണ്ട് ഫ്രോസനായിട്ടും കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അത് ഉപയോഗിച്ചും ചെയ്യാം. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ചിക്കനെ നമ്മൾ പുരട്ടി മിക്സാക്കി വെച്ച ചിക്കനെയും കൂടി നമുക്കൊന്ന് നന്നായിട്ട് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ അതും ഫ്രൈ ചെയ്ത് മാറ്റി ഞാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ബട്ടർ ഉണ്ടായില്ല. ബട്ടർ ആണെങ്കിൽ ഇച്ചിരി നല്ലത്. ഞാൻ നെയ്യ് യൂസ് ചെയ്ത്. ഇനി അല്പം മൈദയും കൂടി ഇട്ട് നമുക്ക് അതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം മൈദേനെ. ഇനി അതൊന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പാലും കൂടിയും ചേർത്ത് അതിൽ ആ കട്ടയൊക്കെ നമുക്ക് ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ അതിലെ കട്ടയൊക്കെ നമുക്ക് ഉടഞ്ഞു കിട്ടി നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടുമേ. ഇനി അതിലേക്ക് അല്പം ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ചീസിൻ്റെ സ്പ്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഗാർലിക് ചീസ് സ്പ്രെഡായിരുന്നു. നിങ്ങൾക്ക് ചീസിൻ്റെ സ്ലൈസ് ആയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാൻ ആ സ്പ്രെഡാണ്, ഇച്ചിരി ഗാർലിക്കിൻ്റെ ടേസ്റ്റും കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അതാണ് യൂസ് ചെയ്തത്. ഇനി അത് നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. ഇനി അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് ഇത്തിരി ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് നമുക്കതിൻ്റെ ഒന്ന് കളർ മാറ്റിയെടുക്കാം. പിന്നെ പകുതി ബാക്കിയിരിക്കുന്നതിൽ ഇത്തിരി പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയിട്ട് റെഡിയാക്കാം. പിന്നെ ഇനി ഞാൻ ഈ ഒരു പ്ലേറ്റിലാണ് കേട്ടോ സെറ്റ് ആക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അടിയിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചു. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ 2 സോസുകളും വെച്ചു. പിന്നെ കുറച്ച് മൊസറല്ല ചീസും കൂടി മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചീസിനെ ഒന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനൊന്ന് മെൽട്ടാക്കി എടുക്കണം മൂടി വെച്ച്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ച ചിക്കനെ ഒന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ചിക്കനും കൂടി ആ സ്പ്രെഡായ ചീസിലേക്കും ഇട്ട് നമ്മുടെ 2 സോസുകളും കൂടി മുകളിലേക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് ആവി കയറ്റിയെടുത്താൽ നമ്മുടെ ലോഡഡ് ഫ്രൈസ് റെഡിയാണ്. വീട്ടിൽ തന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.